ഹലോ വെൽക്കം ബാക്ക് ടു കുഞ്ഞിയുടെ അമ്മ. ഇന്ന് ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് റൈഡിലേക്കാണ്. വളരെ വളരെ ഭംഗിയുള്ള പല പല കാഴ്ചകളുമായിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു യാത്രയിലേക്ക്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിലേക്കാണ്. അപ്പം നമ്മൾ കല്ലേലി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം നമ്മൾ ഇറങ്ങി അച്ചൻകോവിലേക്ക് കല്ലേലി അച്ചൻകോവിൽ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്. രണ്ട് സൈഡിലും നല്ല കാടാണ്. മൃഗങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. ചെക്ക് പോസ്റ്റിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് റോഡ് അത്ര ശരിയല്ല, അത്ര മോശം റോഡാണ് നിലവിലുള്ളത്. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, എങ്കിലും നമ്മൾ വളരെ സേഫായിട്ട് നമ്മൾ തന്നെ സൂക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ്. പോരാത്തതിന് ഇവിടെ ഇങ്ങനെ ഒരു ഡേഞ്ചർ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഡേഞ്ചർ ഫോറസ്റ്റ് ആണ്. നമ്മൾ പോയി നോക്കാം എന്താകും എങ്ങനെയാവും എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ട്രൈ. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങളെ കാത്ത് ഒരു കൂട്ടം പശുക്കളും കാളകളും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. റോഡ് നിറയെ ആയിട്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങളൊന്ന് പെട്ടുവെന്ന്. പിന്നെ അവർ തന്നെ പെയ്യെ ഞങ്ങൾക്ക് വഴിയൊക്കെ ഒതുങ്ങി തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കൊച്ചു കാളക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും പല പല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ചപ്പാത്തുകളിലൊക്കെ നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലാണ് ഞങ്ങൾക്ക് അതിശയകരമായിട്ടുള്ളൊരു കാര്യം കണ്ടത്. ദൂരെ നോക്കിയപ്പോൾ ഞങ്ങളോർത്ത് വല്ല പ്ലാസ്റ്റിക് കവറും കിടക്കുവാണെന്ന്. പക്ഷേ ഒരു കൂട്ടം ചിത്രശലഭങ്ങൾ റോഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ യാത്ര വളരെ വെർത്താക്കി തന്നത് ഇവർ തന്നെയാണ് കേട്ടോ. നമ്മൾ മുന്നോട്ട് വണ്ടി എടുത്തപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ പറന്ന് എൻ്റെ ദൈവമേ നമ്മുടെ കാറ് ഫുൾ റൗണ്ട് ചെയ്തിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ത്രൂ ഔട്ട് ഈ യാത്രയിൽ കാണുന്നതാണ് ഈ ഗ്രീൻ കളറിലുള്ള ബട്ടർഫ്ലൈസിനെ. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. നമുക്ക് ചില പോയിന്റുകളിൽ എത്തുമ്പോൾ ഒരു കാനന ഭീതി നമ്മളെ ഭയങ്കരമായിട്ട് വേട്ടയാടാനായിട്ട് തുടങ്ങും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു വാഹനങ്ങളാട്ടെ മറ്റു ആളുകളാട്ടെ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. നമ്മുടെ വാഹനം മാത്രം, നമ്മുടെ ഫോണിലുള്ള നെറ്റ്വർക്ക് എല്ലാം കട്ടാവും. നമുക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ആകും. സത്യത്തിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ പോകും തോറും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്കിവിടെ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. നമ്മൾ അവിടെ തന്നെ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. മുന്നോട്ട് പോകുന്നവർ പല സ്ഥലങ്ങളിലും നല്ല റോഡുകൾ ഇല്ലാതെയാവുന്നുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു മയിലിനെ കണ്ടു. അത് ഞങ്ങളെ ക്രോസ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ പല മൃഗങ്ങൾ, ആനയും പുലിയും കടുവയും ഒക്കെ ക്രോസ് ചെയ്യുന്ന റോഡുകളാണെന്ന് അവർ പ്രത്യേകം അവിടെ പല സ്ഥലങ്ങളിലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലൂടെ അച്ചൻകോവിലാർ ഇങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ കൂടെ ത്രൂ ഔട്ട് ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അത് തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. പലരുടെ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അച്ചൻകോവിലാറിൽ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ആനകളൊക്കെ വരുന്ന കാണാമെന്ന്. പക്ഷെ ഞങ്ങൾ അതിനെയൊന്നും കണ്ടില്ല. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ ഒരു വലിയ ഗ്രൂപ്പിനെ കൂടെ കണ്ടു. ആദ്യം ഞങ്ങൾക്ക് അത്ര ഭംഗിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഞങ്ങൾ നന്നായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ ടീം ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഭംഗിയാണ്. പക്ഷെ നമുക്കിവിടെ ഇറങ്ങി നിൽക്കാനോ ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ നമുക്ക് അനുമതിയില്ല. നമ്മൾ ഓൾറെഡി സത്യവാങ്മൂലം ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുത്തിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനായിട്ടുള്ള അവകാശമില്ല. കാരണം മൃഗങ്ങളുടെ ക്രോസിംഗ് ഒക്കെ ഉള്ളതാണ്. അപകടങ്ങൾ ഉണ്ടാവുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന വഴി ചെറിയ മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങി. ആ മഴയിൽ ആ അച്ചൻകോവിലാറും കണ്ട് ഈ കാടും ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര രസമായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ വീണ്ടും ഒരു മയിലിനെ കണ്ടു. ആ മയിൽ ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് എക്സ്പെക്ട് ചെയ്താണോ എന്നറിയില്ല. നമ്മുടെ കാറിന് തൊട്ടടുത്ത് വന്ന് ഞങ്ങളെ രണ്ടുപേരെ എന്നെയും കുഞ്ഞിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മളൊന്നും കൊടുത്തില്ല. നമ്മൾ കുറച്ച് ഇതായിട്ട് നിന്ന്. നമുക്ക് ഇത്രയും അടുത്ത് ഒരു മയിലിനെ കാണാൻ പറ്റുന്നത് ആദ്യമായിട്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ഭംഗി മൊത്തം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ കാറിൻ്റെ തൊട്ടടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇത് പറന്ന് കയറുമോയെന്നോ ഒക്കെ പേടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് അധികം പോയില്ല. ഞങ്ങളവിടെ ഡോറൊക്കെ ഗ്ലാസ് താക്കാതെ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. അത് കുറേ സമയം ഞങ്ങളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്ത് അവിടെ തന്നെ നിന്നു. ഞങ്ങളത് പോകുന്നിടം വരെ ഞങ്ങളും അവിടെ തന്നെ നിന്നു.
നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ മയിലിനെ ഇത്രയും അടുത്ത് കണ്ടപ്പോൾ അതിൻ്റെ തലയിലുള്ള ആ പൂക്കളും ആ ഫെദേഴ്സും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്തു. മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് കുംഭാവരട്ടി വെള്ളച്ചാട്ടമാണ്. ഹലോ, ഇത് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അച്ചൻകോവിൽ തെങ്കാശി റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുംഭാവരട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ വെള്ളമാണ്, കാരണം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ജസ്റ്റ് അധികം വെള്ളമില്ല, ജസ്റ്റ് ഒന്ന് ഒഴുകാനും മാത്രം വെള്ളം. അതുകൊണ്ട് നമുക്ക് കാണാനും മാത്രം ഭംഗിയിൽ അത്രത്തോളം വെള്ളച്ചാട്ടം ഇല്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇറങ്ങി നിൽക്കാം. കുറച്ച് ഷെഡുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇറങ്ങി നിൽക്കുകയോ ഫോട്ടോസ് എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അല്ലാതെ ഇറങ്ങി നമുക്ക് വെള്ളത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇപ്പം നിലവിലുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞ് മഴയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ചിലപ്പോൾ ഭംഗിയാവുമായിരിക്കാം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെയും കാടിൻ്റെയും ഒക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. ഞങ്ങളിനി നേരെ തെങ്കാശിക്കാണ്, തിരുമല കോവിലേക്കാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ചെറിയ ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഇതൊരു ചെറിയ ട്രിപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.